തൃശൂർ കോൾപ്പാടത്ത് ബോട്ട് മുങ്ങി കാണാതായ 2 പേരുടെയും മൃതദേഹം കണ്ടെത്തി. അപകട സമയത്ത് 5 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഇതിൽ 3 പേർ നീന്തി രക്ഷപ്പെട്ടു. ഇന്നലെ 6 മണിയോടുകൂടിയാണ് 5 പേരായിട്ട് പോയതാണ് വഞ്ചിയിൽ തീറ്റിടാനായിട്ട്. അപ്പോൾ അതിൽ ഇന്നലെ 3 പേര് രക്ഷപ്പെട്ടു. അപ്പോൾ 2 പേര് ഇപ്പോൾ കിട്ടി, ബോഡി കിട്ടി. അവരെവിടുത്തേരാണെന്ന് ഇതുവരെ അറിയില്ല. മത്സ്യം വളർത്തണമെന്ന് വേണ്ടിയിട്ട് കോള് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മത്സ്യത്തിന് തീറ്റിടാൻ വേണ്ടിയിട്ട് പോയതാണെന്നാണ് പറയണത്. ഇന്നലെ 6 മണിക്ക് പോയതാണ്. ഇന്നലെ വൈകുന്നേരം 9:45 വരെ തപ്പുണ്ടായിരുന്നു. പിന്നെ അത് നല്ല മഴയായിരുന്നു. ഒന്ന് രാവിലെ തുടങ്ങിയതാണ്. അപ്പം ഇന്നലെ കിട്ടി. ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അത് കൂടെയുള്ളവർക്ക് അറിയുള്ളൂ, നെടുപുഴക്കാരല്ല. അത് വഞ്ചി കുത്തി വന്നേരത്ത് മറന്ന എല്ലാവരും കൂടിയിട്ട് ഒരു സൈഡിലേക്ക് പോയി. 5 ആള്. അതിൽ 3 ആള് രക്ഷപ്പെട്ടു. 2 ആളെ കാണാനില്ലാന്നാണ്. മീനിന് തീറ്റ കൊടുക്കാൻ പോയിട്ട് വരാം. അടുത്തുള്ളതല്ല 2 ആള്. അത് ഒരു സൈഡിലേക്ക് മറന്നു കഴിഞ്ഞാൽ വെള്ളം കയറും. അപ്പോൾ അവർക്ക് നീന്തൽ അറിയില്ല. അവർക്ക് അറിയില്ല എന്ന് പറയേണ്ടിയിരുന്നു. സ്നേഹമോൾ നയനാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നമുക്കപ്പം. സ്നേഹ, മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഇവർ ഈ മത്സ്യകൃഷി നടത്തുന്നതുമായി ബന്ധപ്പെട്ട തീറ്റ ഇടാൻ പോയതായിരുന്നു. എന്താണ് ഇനി ഇവരുടെ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ എങ്ങനെയാണോ? മോത്തി, ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. നെടുപുഴ കോൾപ്പാടത്താണ് അപകടം. ഇന്നലെ കോൾപ്പാടത്തേക്ക് മീനിന് തീറ്റ കൊടുക്കാൻ പോയ 5 അംഗ സംഘമായിരുന്നു. പെട്ടെന്ന് ഈ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാവണം ഈ മിനി ബോട്ടിലാണ് ഇവർ പോയത്. ബോട്ട് മറിഞ്ഞിവർ അപകടത്തിൽ പെടുകയായിരുന്നു. 3 പേർ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു. ഒരാളെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2 പേരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്നലെ രാത്രി തന്നെ ഫയർഫോഴ്സ് വിവരമറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തെത്തി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ 11 മണിയായപ്പോഴേക്കും കാലാവസ്ഥ പ്രതികൂലമായതും അതോടൊപ്പം തന്നെ വെളിച്ചമില്ലാതിരുന്നതും ഫയർഫോഴ്സിൻ്റെ തിരച്ചിലിന് ഒരു വെല്ലുവിളിയായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ 7:30 അവർ സ്ഥലത്തെത്തുകയും തിരച്ചിൽ പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അല്പസമയം മുമ്പ് ഈ കാണാതായ 2 പേരുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവരാരാണ്, എന്തൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല. അതിന് കാരണമെന്നത് സുനി എന്നയാൾ ലീസിനെടുത്തിരിക്കുന്ന സ്ഥലമായിരുന്നു. അത് ഇയാളുടേതായിരുന്നു ഈ മത്സ്യകൃഷി. ഈ അപകടമുണ്ടായി എന്നറിഞ്ഞപ്പോൾ തന്നെ സുനിയെ കാണാതാവുകയായിരുന്നു. ഇയാൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് കരുതുന്നത്. ആർക്കും തന്നെ ഇവരുടെ മറ്റ് വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഏതായാലും മൃതദേഹം അല്പസമയം മുമ്പാണ് ഈ 2 പേരുടെയും കണ്ടെടുത്തിട്ടുള്ളത്. കൂട്ടത്തിലുണ്ടായിരുന്ന 5 പേരിൽ 3 പേർ നീന്തി രക്ഷപ്പെടുകയുമായിരുന്നു. ഉടൻ തന്നെ മൃതദേഹം തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റും. മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്യും. മോത്തി.